2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് കിച്ചണിൽ ആക്സസ് ഇല്ലെങ്കിൽ പോലും പെട്ടെന്നൊരു തിളക്കം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മുഖത്തെ പാടുകൾ മാറാനും അതുപോലെ തന്നെ മുഖത്ത് ഓരോ സ്ഥലത്ത് ഓരോരോ നിറമായിട്ടുണ്ടാവും, അതായത് അൺഈവൻ സ്കിൻ ടോൺ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറാനും സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും പറ്റിയ അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ഈ ഒരു ഹോം റെമഡി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ യൂസ് ചെയ്താലാണ് 100% റിസൾട്ട് ഉണ്ടാവുന്നതെന്നും അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് ആണ് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. ഈവൻ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ പോയി ഒരു സാധനം എടുക്കേണ്ടി വരില്ല. നമുക്ക് റൂമിൽ വെച്ചിരിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ആക്സസ് ഇല്ലെങ്കിൽ പോലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് ഹണിയാണ്, തേൻ. നല്ല തേൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡിക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന തേനും എടുക്കാവുന്നതാണ്. തേൻ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ ബാരിയർ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് നമ്മളുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്നൊരു തിളക്കം, ഒരു ഫ്രഷ്നെസ് ഒക്കെ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂൺ എടുക്കാം. ബോട്ടിൽ എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇത്രയും അങ്ങ് എടുക്കുകയാണ്. കാര്യം ഇത് നമുക്ക് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ആവശ്യം വരും. അപ്പോൾ നമുക്കൊരു പുതിയ ബോട്ടിലും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 സ്പൂൺ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇതോ കണ്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 2-3 ഡ്രോപ്പ് മാത്രം റോസ് വാട്ടർ ആണ്, അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ഡ്രോപ്പ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ കണക്കാണെങ്കിൽ ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്രയാണോ നമ്മൾ തേൻ എടുക്കുന്നത് അതിൻ്റെ പകുതി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഞാൻ ഈ സ്പൂൺ വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തേൻ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഇതിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒട്ടി പിടിക്കുന്ന മാതിരി ഉണ്ടാവും തേൻ മാത്രമാണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആവാനാണ് നമ്മൾ റോസ് വാട്ടറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് മുന്നേ ആയിട്ട് റോസ് വാട്ടർ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. റെഗുലറായിട്ട് നമ്മൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ആക്കാനും നല്ലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം. നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഒരു പാക്കിൽ നിങ്ങൾക്ക് തൈരും ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് വളരെ വളരെ നല്ലതാണ്. ഇൻ കേസ് നിങ്ങളൊരു പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും തലേദിവസം രാത്രി ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് മാത്രം നമ്മളിത് ഫേസിൽ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ 10 മിനിറ്റ് ആണെങ്കിൽ പോലും ഇനഫാണ്. അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ. സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ മിനിമം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നത്. അതിപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫേസ് പാക്കൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ ഇട്ടിട്ട് ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ പോലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ അറിയാനായിട്ട് പറ്റും. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഡൾ ഫേസ് ആണ്, നമ്മൾ ടയേർഡ് ആയിട്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ പോലും ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം തൈര് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ല, ഓയിലി സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്ക് ആവും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനതൊരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം.
ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഞാൻ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ വെള്ളത്തിലാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേ ബി ചിലർക്കൊക്കെ മുന്നേ നല്ല സ്കിന്നായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വെയിലും പൊടിയും നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം സ്കിൻ ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഹോം റെമഡി നല്ല രീതിയിൽ വർക്ക് ആവും. ഇതിൽ 2 ദിവസം വെച്ച് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 1 മന്ത് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്ന് പഴയതുപോലെ ആയിട്ടുണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് എവിടെ പുറത്ത് പോയാലും അപ്ലൈ ചെയ്തിട്ട് പോവുക. വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലുണ്ടെങ്കിൽ പോലും സൺസ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതിനോടൊപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും അൺനെസസറി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒന്നും നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. ഈ വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.